കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ലേൺവൈസ്. നമ്മളുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സെക്കൻഡ് ഇയറിന്റെ BPCC 105 കോർ പേപ്പർ ആയിട്ടുള്ള സൈക്കോളജിക്കൽ റിസർച്ച് ഈ പേപ്പറിന്റെ മുൻകാല ചോദ്യ പേപ്പറുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. അപ്പൊ നമുക്ക് എക്സാം അടുത്ത് വരെയാണ്. കുറെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിനെ നോക്കുന്ന സമയത്ത് ഒരുപാട് സബ്ജക്ട്സ് 10 സബ്ജക്ട്സ് പഠിക്കാനുണ്ട്, ഇലക്ടീവ്സും കോർ പേപ്പറും കൂടെ. അപ്പൊ മൊത്തത്തില് നല്ല ടൈറ്റ് ആയിരിക്കും. അപ്പോ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഫോക്കസ്ഡ് ഏരിയാസ് അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ എഫക്റ്റീവായിട്ട് സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഈ PYQ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് എന്താണ് ഒരു പ്രഡിക്റ്റീവ് ഗൈഡാണ്, ഒരു ഇൻഡെപ്ത് അനാലിസിസ് ആണ്. എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു മുൻപേ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ അടിസ്ഥാനത്തിൽ, ഒരു 5 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻസിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി നിങ്ങൾക്ക് ഈ വരുന്ന എക്സാമിന് വരാൻ ചാൻസ് ഉള്ളത്, ഏതൊക്കെ ഏരിയാസിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഇതിൽ ഉണ്ടാവുന്നത്? സിലബസ് മാപ്പിംഗ് ആണ്. ആ ഒരു ബ്ലോക്ക് വൈസ് ഓവർവ്യൂ അല്ലെ, ഏതൊക്കെ ഹിസ്റ്റോറിക്കൽ റിലവൻസ്, ഏതൊക്കെ ഏരിയാസ് കവർ ചെയ്യണം എന്നുള്ളതിന്റെ ആ ഒരു റിലവൻസ് ഏതൊക്കെയാണ് എന്നുള്ളതും കൂടി നോക്കിയിട്ട് ബ്ലോക്ക് വൈസ് നമ്മൾ പോകുന്നുണ്ടാവും. പിന്നെ ആ ഒരു എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നൊന്ന് അനലൈസ് ചെയ്യുന്നുണ്ടാകും. പിന്നെ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, മുൻപ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കണ്ടിന്യൂസ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്. ദെൻ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ടോപ്പിക് പ്രോബബിലിറ്റി, ഏതൊക്കെ ടോപ്പിക്സ് ഈ ഒരു എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതും കൂടെ നോക്കുന്നുണ്ടാവും. ആൻഡ് അതിന്റെ ബേസിസിൽ നമ്മളൊരു പ്രഡിക്റ്റീവ് പേപ്പർ നോക്കുന്നുണ്ടാകും, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലെ എക്സാമിന്റെ. അതിന്റെ ഒരു മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ്സും അതിന്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് വെച്ചിട്ട് പിന്നെ മുന്നേ ചോദിച്ച കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഗൈഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ ഏതൊക്കെയാണ് ബ്ലോക്ക് വൈസ്, ഫസ്റ്റ് ബ്ലോക്ക് മുതൽ അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് ഏതൊക്കെ ടോപ്പിക്സ് ആണ് റിലവന്റ് ആയിട്ടുള്ളത്, ഒരു മീഡിയം റിലവന്റ്, ലോ റിലവന്റ് എന്നുള്ള രീതിയിൽ ഹൈ റിലവന്റ്, ഇങ്ങനെ കാറ്റഗറി ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൽ ഫസ്റ്റ് ബ്ലോക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് യൂണിറ്റ് റിസർച്ച് എത്തിക്സ്, കൺസെന്റ്, കോൺഫിഡൻഷ്യാലിറ്റി, ഡീബ്രീഫ്, ഇതുപോലെ ഇത് ചെറിയ ഏരിയ ആണ് അല്ലെ, അത്ര കുറെ അധികം ഇല്ല. എന്നാലും റിസർച്ചിന്റെ എത്തിക്സ് അതൊക്കെ മീഡിയം റിലവൻസ് ആണ്. ഈ അപ്പിയറൻസ് കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും, അത് നമ്പർ ഓഫ് അപ്പിയറൻസ്, എത്ര പ്രാവശ്യം ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്, എക്സാമിന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു N കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ അതുകൊണ്ട് തന്നെ അതിന്റെ റിലവൻസ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത് ഇൻഡക്റ്റീവ് വേഴ്സസ് ഡിഡക്റ്റീവ് മെത്തേഡ് ഒക്കെ ലോ റിലവൻസിലാണ് വരുന്നത്. ഹൈപ്പോത്തസിസ് ആൻഡ് ടെസ്റ്റിംഗ്, അത് ഇറർ ഡിസിഷൻ റൂൾസ്, ടെയിൽസ്, അതൊക്കെ 1 ടെയിൽ 2 ടെയിൽ ടെസ്റ്റ് അതൊക്കെ ഉണ്ടല്ലോ, അത് മീഡിയം റിലവൻസ് ആണ് വരുന്നത്. ദെൻ വാരിയബിൾസ്, ഓപ്പറേഷണൽ ഡെഫിനിഷൻ, ലെവൽസ് ഓഫ് മെഷർമെന്റ്, ഇതൊക്കെ വാരിയബിൾസിന്റെ ഡെഫിനിഷൻസ്, പല ഡെഫിനിഷൻസ്, അതൊക്കെ മീഡിയം റിലവൻസ് ആണ്. സെക്കൻഡ് ബ്ലോക്കിൽ എത്തുന്ന സമയത്ത് റിസർച്ച് ഡിസൈൻസ് ആൻഡ് ഇന്റേണൽ വാലിഡിറ്റി, പല രീതിക്കുള്ള ഇന്റേണൽ വാലിഡിറ്റി നമ്മൾ നോക്കുന്നുണ്ട് അല്ലെ, അത് ഹൈ റിലവന്റ് ആണ്, ഇന്റേണൽ വാലിഡിറ്റി. പിന്നെ ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, ട്രയാങ്കുലേഷൻ, ഓക്കെ, ക്വാളിറ്റേറ്റീവ് വേഴ്സസ് ക്വാണ്ടിറ്റേറ്റീവ്, അത് മീഡിയം റിലവൻസ് ആണ്, അതിന്റെ ഒരു റിസർച്ച് ഡിസൈൻ പറയുന്നത്. ദെൻ പോപ്പുലേഷൻ സാമ്പിൾ ബേസിക്സ്, സാമ്പിൾ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലോ റിലവൻസ് ആണ് വരുന്നത്. സാമ്പിളിംഗ് ടെക്നിക്സ്, പ്രോബബിലിറ്റി വേഴ്സസ് നോൺ പ്രോബബിലിറ്റി, അത് ഹൈ ആണ്, അത് എപ്പോഴും ചോദിച്ച് കാണുന്ന ഒരു ടോപ്പിക് ആണ്. പിന്നെ വരുന്നത് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ, ഒബ്സർവേഷൻ, ഇന്റർവ്യൂ, ക്വസ്റ്റ്യനെയർ, ഇതൊക്കെ മീഡിയം റിലവൻസിൽ വരുന്നതാണ്. ബ്ലോക്ക് 4 വരുന്ന സമയത്ത് റിലയബിലിറ്റി, ടൈപ്സ്, എസ്റ്റിമേഷൻ,
റിലയബിലിറ്റി ടൈപ്സ് ആണ് ഇവിടെ നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, റിലയബിലിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന്റെ റിലയബിലിറ്റി ടൈപ്സ്, അതും ഇതിൽ മീഡിയം റിലവൻസ് ആണ്. ദെൻ വാലിഡിറ്റി ടൈപ്സ് ആൻഡ് ത്രെഡ്സ് ടു വാലിഡിറ്റി ഉണ്ടല്ലോ, ഇന്റേണൽ വാലിഡിറ്റികൾ ത്രെഡ്സ് ഒക്കെ ഉണ്ട്, അത് മീഡിയം റിലവൻസ് ആണ് വരുന്നത്. ദെൻ ഫൈനലി റിസർച്ച് റിപ്പോർട്ട് റൈറ്റിംഗ്. ഇതിൽ റിസർച്ച് റിപ്പോർട്ട് റൈറ്റിംഗ് നോക്കിയാൽ മതി നിങ്ങൾ, അതാണ് മീഡിയം റിലവൻസ് വരുന്നത്. ഓക്കെ, ദെൻ സ്കോറിംഗ് റൂൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ഈ 10ൽ കൂടുതലാണ് അപ്പിയറൻസ് എങ്കിൽ അത് ഹൈ ആണ്, 5 to 9 ആണ് അപ്പിയറൻസ് മീഡിയം ആണ്, ലെസ് ദാൻ 5 ആണെങ്കിൽ ലോയും ആണ്. ദെൻ ബാർ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ടോട്ടൽ ക്വസ്റ്റ്യൻ അപ്പിയറൻസ് പെർ ബ്ലോക്ക് നോക്കുന്ന സമയത്ത് എക്സ് ആക്സിസിൽ ബ്ലോക്ക് കാണാം, വൈ ആക്സിസിൽ ടോട്ടൽ അപ്പിയറൻസ് കൗണ്ടും. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 4 ആണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലെ, ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 4ഉം. അതിന്റെ ഒരു ഹീറ്റ് മാപ്പും കൂടിയാണ് കാണിക്കുന്നത്. അതിന്റെ ഒരു ഇത് ഡാർക്ക് ഏരിയാസ് ആൻഡ് ലൈറ്റർ ഏരിയാസിലേക്ക് പോകുന്ന സമയത്ത് അതിന്റെ കൗണ്ട് കൂടി കൂടി വരാണ്, ഫ്രീക്വൻസി. ബ്ലോക്ക് 2 പിന്നെ ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 4ഉമാണ്. ദെൻ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാല്, ഹൈ ഈൽഡ് ടോപ്പിക്സ് കൗണ്ട് നോക്കുന്ന സമയത്ത് റിസർച്ച് ഡിസൈൻ ആൻഡ് ഇന്റേണൽ വാലിഡിറ്റി 11 ആണ് അതിന്റെ ഒരു അപ്പിയറൻസ് കൗണ്ട് അല്ലെ. അതിന്റെയൊക്കെ ബ്ലോക്കും യൂണിറ്റും ഏതാന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സോ ദാറ്റ് നിങ്ങൾക്ക് പരതേണ്ട ആവശ്യമില്ല, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയാൽ മതി. ദെൻ സാമ്പിളിംഗ് ടെക്നിക്സ്, അതിൽ പ്രോബബിലിറ്റി വേഴ്സസ് നോൺ പ്രോബബിലിറ്റിയിൽ വരുന്നതാണ്, നോൺ പ്രോബബിലിറ്റിയിലും വരുന്നുണ്ട്, രണ്ടിലും ഉള്ളത്. ഓക്കെ, ദെൻ ഹൈപ്പോത്തസിസ് ആൻഡ് ടെസ്റ്റിംഗ്, എറർ, ഡിസിഷൻ റൂൾസ്, ടെയിൽസ്, ഇതൊക്കെ. അപ്പോ നമുക്കിത് എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോങ് ആൻസേഴ്സിൽ ഇപ്പൊ ഫസ്റ്റ് ലോങ് എസ്സേയിൽ ഈ സാമ്പിളിംഗ് ഒക്കെ റിപ്പീറ്റഡ്ലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാടുണ്ടല്ലോ നമുക്ക് എഴുതാൻ, സാമ്പിളിംഗ് ഒക്കെ. എല്ലാം നിങ്ങളെ റിസർച്ച് പേപ്പറിൽ വലിയ എസ്സേ ആയിട്ട് എഴുതേണ്ട ഭാഗങ്ങൾ കുറവേ ഉള്ളൂ, ബാക്കിയൊക്കെ ചെറിയ ചെറിയ ആൻസേഴ്സ് ഒക്കെ ആയിരിക്കും. ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാടുണ്ട് എഴുതാൻ. അങ്ങനെ അപ്പൊ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, അതുപോലെ തന്നെ ഡിസിഷൻ ലോജിക്, ടെയിൽസ്, എറർ, ഇതൊക്കെ ഇവിടെ വരുന്നത് ഷോർട്ടിലും ലോങ്ങിലും വരുന്നുണ്ട്. നമ്മുടെ എക്സാം പാറ്റേൺ അനാലിസിസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എക്സാമിന്റെ ഒരു പാറ്റേൺ വരുന്നത്? ലോങ് എസ്സേ ഉണ്ടാവും, ഷോർട്ട് എസ്സേ ഉണ്ടാവും, ഷോർട്ട് നോട്ട് എന്നുള്ള രീതിയിലും ഉണ്ടാവും. ലോങ് എസ്സേ എന്ന് പറയുമ്പോൾ തിയറി, അതുപോലെ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ട് ഉണ്ടാവും. 10-15 മാർക്സ്, 300 to 450 ആണ് അതിന്റെ ഒരു മാക്സിമം വേർഡ്സ് വരുന്നത് അല്ലെ. ഷോർട്ട് ആൻസർ എന്ന് പറയുമ്പോൾ 5 to 6 മാർക്കാണ്, അതൊരു 180 ആണ് ഒരു മാക്സിമം വേർഡ്സ് വരെ. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ 80 to 120 വേർഡ്സ്, അതൊരു കുറച്ചേ വേണ്ടി വരുള്ളൂ, ഒരു ഹാഫ് പേജ് ഒക്കെ വേണ്ടി വരുള്ളൂ. എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്? അധികം അപ്ലൈഡും കേസ് സ്റ്റഡി, അപ്ലൈഡ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഈ അപ്ലിക്കേഷൻ ലെവൽ ഏതെങ്കിലും ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട്, അതൊക്കെ റെയർ കേസ് ആണ്, എന്നാലും സെനാരിയോ പ്ലസ് ജസ്റ്റിഫിക്കേഷൻ കൊടുത്തിട്ട് 200-300 വേർഡ്സിലാണ് അത് പറയുന്നത്. ഓക്കെ, സാധാരണ നമുക്ക് MCQ ഒന്നും വരാറില്ല, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരാറ്. സോ പിന്നെ ഉള്ളത് ഫോർമാറ്റ്, അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോങ് എസ്സേ ആൻഡ് ഷോർട്ട് ആൻസേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ ഇതുപോലെ ഷോർട്ട് നോട്ട്, കേസ് സ്റ്റഡി, അപ്ലൈഡ്. അപ്പൊ അത് അപ്ലൈഡ് എന്ന് പറയുമ്പോൾ അത് അത്രയും കുറച്ചൊരു അത്ര അധികം വരാറില്ല. അപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ്, തിയറി ഡയറക്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിങ്ങൾക്ക് വരാറ്. ദെൻ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇത് ഓരോ ബ്ലോക്കിലും എത്ര മാർക്സ് ആണ് ആവറേജ് ആയിട്ട് ഒരു ചോദിച്ചിരിക്കുന്നത് 2023 to 2025 വരെ എന്നാണ് ഈ ഒരു ടേബിൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ മാർക്ക് വന്നുള്ളത് ബ്ലോക്ക് 4ലാണ്, പിന്നെ വരുന്നത് ബ്ലോക്ക് 1ലും, പിന്നെയാണ് ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 3യും വരുന്നത്. ഓക്കെ, അതിന്റെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ അതുകൊണ്ട് തന്നെ നമ്മൾ പാറ്റേൺ നോക്കുന്ന സമയത്ത് ഇതുപോലെ എന്ത് ചെയ്യാ, ഏത് രീതിയിലാണ് എഴുതേണ്ടത്. ലോങ് എസ്സേസ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഇന്റഗ്രേഷൻ റീസണിങ് എന്നുള്ള രീതിയിലേക്കും ചോദിക്കുന്നുണ്ടാവുക. പിന്നെ മറ്റേതാണെങ്കിൽ ഇപ്പം കേസ് സ്റ്റഡി, അപ്ലൈഡ് ഇപ്പം ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ ഏതെങ്കിലും ഒരു കേസ്, ഇപ്പം കേസ് സ്റ്റഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിസർച്ച് ഡിസൈൻ ഒക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക, ജസ്റ്റിഫിക്കേഷൻ ഒക്കെ കൊടുത്തിട്ട്. പിന്നെ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാ, ഒരു 70 to 19% ഓഫ് മാർക്സ് ആണ് അതിൽ വരുന്നുള്ളൂ ഷോർട്ട് നോട്ട്സ്. എന്നാലും നമ്മളത് മിസ്സാവാതെ പോകരുത്. സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും അണ്ടറിലുള്ള ടോപ്പിക്സ് ഒക്കെ ചോദിക്കുള്ളൂ. ഇപ്പൊ സ്നോബോൾ സാമ്പിളിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ടാവുള്ളൂ. പ്രിപ്പറേഷൻ നമ്മളിത് ചെയ്യേണ്ടത്, നമ്മളിത് 2 hours ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 3 hours കൊടുത്തിരിക്കുന്നുണ്ട്, 2 hours ക്വസ്റ്റ്യൻ ആണ്. 50
മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ അത് ആ രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. 2 അവേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന പോലെ അല്ല. നമ്മൾ ലാസ്റ്റിൽ അറ്റ് ദ എൻഡിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കാണാം. അന്നേരം നമുക്കത് ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. ദെൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് നോക്കുന്ന സമയത്ത് ടോപ്പ് 10 വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇതിൽ അപ്പിയറൻസ് കൗണ്ട് വെച്ചിട്ട് ഫസ്റ്റിൽ വരുന്നത് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, ഡിസ്റ്റിങ്വിഷിംഗ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറേഴ്സ് വിത്ത് ആൻ എക്സാമ്പിൾ. ടൈപ്പ് 1ഉം ടൈപ്പ് 2 എററും ചോദിക്കുന്നുണ്ട്, എക്സാമ്പിളും ചോദിക്കുന്നുണ്ട്. എക്സാമ്പിൾ ലൈവ് സെഷൻസിലും റെക്കോർഡ് ക്ലാസ്സിലൊക്കെ ഉണ്ടാവും. ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾസ് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ക്ലാസ്സിൽ മേ ബി വേറെ എക്സാമ്പിൾസ് ഒക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. 2-3 എക്സാമ്പിൾസ് ഒക്കെ അങ്ങനെ പറയും, മാറി മാറി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതുപോലെ ഹൈപ്പോത്തസിന്റെ ടെസ്റ്റിംഗ്, ഹൈപ്പോത്തസിന്റെ സ്റ്റെപ്സും. Then compare probability and non-probability sampling. Justify suitable technique for a given study. ആ ഗിവൺ സ്റ്റഡി എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്റ്റഡി തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ഒരു ടെക്നിക്ക് ഇന്ന് അത് അങ്ങനെ വരാറില്ല. വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇന്ന രീതിയിൽ ഒരാൾ ടെസ്റ്റ് റിസർച്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഏത് മെത്തേഡാണ് ഇവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആവുന്നത് അവരവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നന്നായിട്ട് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി എന്ത് ചെയ്യുക, കമ്പയർ ചെയ്തിട്ട് എഴുതുക. ഡിഫറൻഷിയേറ്റ് എക്സ്പെരിമെന്റൽ ആൻഡ് ക്വാസി എക്സ്പെരിമെന്റൽ, നോൺ എക്സ്പെരിമെന്റൽ ഡിസൈൻസ്, നോട്ട് ടു കൺട്രോൾസ് ഫോർ ഇന്റേണൽ വാലിഡിറ്റി. ഇന്റേണൽ വാലിഡിറ്റിന്റെ ത്രെഡ്സിനുള്ള കൺട്രോളൊക്കെ എഴുതിയിട്ടുണ്ടാവും, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. അതും പിന്നെ എക്സ്പെരിമെന്റൽ, ക്വാസി എക്സ്പെരിമെന്റൽ, നോൺ എക്സ്പെരിമെന്റൽ, ഇതും എക്സ്പെരിമെന്റൽ 3 രീതിയിൽ അതിന്റെ ഉള്ളിലും ഉണ്ടല്ലേ 3 അത് ഇമ്പോർട്ടന്റ് ആണ്. 7 അപ്പിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ അത് മിസ് ചെയ്യരുത്. പിന്നെ വാരിയബിൾസിനെ പറ്റി ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് ബ്ലോക്കിലുള്ളത് അല്ലെ. പ്രൊവൈഡ് കൺസെപ്ച്വൽ വേഴ്സസ് ഓപ്പറേഷണൽ ഡെഫിനിഷൻസ് വിത്ത് എക്സാമ്പിൾ. 7 അപ്പിയറൻസ് ആണത്. ഓപ്പറേഷണൽ ഡെഫിനിഷനും കൺസെപ്ച്വൽ ഡെഫിനിഷൻസ് വാരിയബിൾസിന്റെ അത് ചെറിയൊരു ഭാഗത്തെ വാരിയബിൾസ് ഉള്ള ആ ഒരു ചാപ്റ്ററേ ഉള്ളൂ. 3-ാമത്തെ ചാപ്റ്റർ 2-ാമത്താണോ ഓർമ്മയില്ല, ഈ 2-ലോ 3-ലോ അതിലുള്ളതാണ്. അപ്പൊ അത് വായിക്കുമ്പോൾ അതിൽ ആകെ ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അത് 7 അപ്പിയറൻസ് ആണല്ലോ. അത് അധികം വലിയ ലോങ് എസ്സേക്ക് ചോദിക്കാൻ അത്രയൊന്നും ഇല്ല അല്ലെ എഴുതാന്. അപ്പൊ അത് ഷോർട്ട് എസ്സേക്കൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. പിന്നെ എക്സ്പ്ലെയിൻ റിലയബിലിറ്റി. റിലയബിലിറ്റി എന്താണ്, പിന്നെ അതിലുള്ളിലുള്ള ഇന്റേണൽ കൺസിസ്റ്റൻസി, ഇന്ററേറ്റർ റിലയബിലിറ്റി, ടെസ്റ്റ് റീടെസ്റ്റ് ഒക്കെ വിത്ത് 1 എസ്റ്റിമേഷൻ ചെക്ക്. ഒരു എസ്റ്റിമേഷൻ ചെക്ക് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യാനോ എന്തെങ്കിലും ഒരു ടെസ്റ്റ് ചെക്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇമാജിൻ ചെയ്യുന്ന രീതിയിൽ അവരൊന്നും പറയുന്നില്ലെങ്കിൽ അങ്ങനെ എഴുതാം. ഓക്കെ, അങ്ങനെ ഉണ്ടാവില്ല നിങ്ങൾക്ക്. റിലയബിലിറ്റി, ഇന്റേണൽ കൺസിസ്റ്റൻസി, ഇന്ററേറ്റർ, ടെസ്റ്റ് റീടെസ്റ്റ്, ഇതെന്താണെന്നുള്ളത് ചോദിക്കുന്നേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഡിസ്കസ് വാലിഡിറ്റി. വാലിഡിറ്റി എന്താണ് ആൻഡ് 1 പ്രാക്ടിക്കൽ ഇല്ലുസ്ട്രേഷൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രാക്ടിക്കൽ ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾസ് കൊടുത്താൽ മതിയാവും അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ. ഇതിൽ ടൈപ്സ് ഓഫ് വാലിഡിറ്റി ആണ് നമ്മൾ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് അല്ലെ. കൺസ്ട്രക്റ്റീവ്, ക്രൈറ്റീരിയൻ, കണ്ടന്റ്. സോ ക്രൈറ്റീരിയന്റെ ഉള്ളിൽ തന്നെ 2 ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, യെസ്. അപ്പൊ അത് ടൈപ്സ് ആണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്ന. ടൈപ്സ് ചോദിച്ചിട്ടില്ലെങ്കിലും ഡിസ്കസ് വാലിഡിറ്റി എന്ന് പറയുമ്പോൾ അതൊരു വലിയ മാർക്കിനൊക്കെ ആണെങ്കിൽ ഇതും എഴുതി കൊടുക്കുക. Then 7 കോൺട്രാസ്റ്റ്, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്. കോൺട്രാസ്റ്റ്, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നല്ലോ. അപ്പൊ അത് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാണ്. അപ്രോച്ചസ്, എക്സ്പ്ലെയിൻ, ട്രയാങ്കുലേഷൻ. 6 അപ്പിയറൻസ് ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഷോർട്ട് നോട്ട്സ് ഓൺ റിസർച്ച് എത്തിക്സ്, കൺസെന്റ്, കോൺഫിഡൻഷ്യാലിറ്റി, ഡിസെപ്ഷൻ, ഡീബ്രീഫിംഗ്, ഇതൊക്കെ ഫസ്റ്റിൽ വരുന്നതാണ് അല്ലെ. കമ്പയർ ഒബ്സർവേഷൻ ആൻഡ് ഇന്റർവ്യൂ ആസ് ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ്. ഒബ്സർവേഷൻ, ഇന്റർവ്യൂ, സ്ട്രെങ്തും ലിമിറ്റ്സും ചോദിച്ചിട്ടുണ്ട്. Then outline the IMR-AD report structure. റിപ്പോർട്ട് സ്ട്രക്ചർ ആണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ ലാസ്റ്റിലുള്ള നിങ്ങളുടെ ആ ഒരു റിപ്പോർട്ട് റൈറ്റിംഗ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദെൻ കമ്പയർ ഷോർട്ട് നോട്ട്സ്, റിസർച്ച് എത്തിക്സ്, കൺസെന്റ്, കോൺഫിഡൻഷ്യാലിറ്റി, അതുപോലെ തന്നെ യെസ് 10-ാമത്താണ് നമ്മൾ പറഞ്ഞത്. റിപ്പോർട്ട് റൈറ്റിംഗ്, റിപ്പോർട്ട് സ്ട്രക്ചർ ആൻഡ് റെഫറൻസിങ് ബേസിക്സ്. ഇതൊക്കെയാണ് ലാസ്റ്റുള്ള ആ ഒരു ഇൻഡെക്സ് അതൊക്കെ ഉണ്ടല്ലോ, അതിന്റെ കണ്ടന്റ് അതൊക്കെയാണ് ഈ റിപ്പോർട്ട് സ്ട്രക്ചറിൽ പറയുന്നത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്തൊരു ഡിഗ്രിയോ പിജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം.
ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. ഫ്രീക്വൻസി ടേബിൾ ഇതിൽ ഹൈപ്പോത്തസിസ് ഇതെന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസും ബ്ലോക്സ്, യൂണിറ്റ്, അപ്പിയറൻസ്, അതുപോലെ തന്നെ ആവറേജ് മാർക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, ടൈപ്പ് 1 ഇറർ, ടൈപ്പ് 2 ഇറർ വിത്ത് എക്സാമ്പിൾസ്, പ്രോബബിലിറ്റി വേഴ്സസ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, ചൂസ് ആൻഡ് ജസ്റ്റിഫൈ, എക്സ്പെരിമെന്റൽ വേഴ്സസ് ക്വാസി എക്സ്പെരിമെന്റൽ വേഴ്സസ് വേഴ്സസ് നോക്കണ്ട, എക്സ്പെരിമെന്റൽ, ക്വാസി എക്സ്പെരിമെന്റൽ, നോൺ എക്സ്പെരിമെന്റൽ, ഇന്റേണൽ വാലിഡിറ്റി കൺട്രോൾസ്. ഇത് മൂന്നിനെയും ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അതവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ വാരിയബിൾസ്, കൺസെപ്ച്വൽ വേഴ്സസ് ഓപ്പറേഷണൽ ഡെഫിനിഷൻസ് പ്ലസ് എക്സാമ്പിൾസും കൊടുത്തിരിക്കുന്നുണ്ട്. രണ്ട് വാരിയബിൾസ് ഉള്ള ഏതെങ്കിലും എക്സാമ്പിൾസ് ഹൈപ്പോത്തസിസ് നമ്മൾ പറയുന്നുണ്ടാവില്ലേ ക്ലാസ്സുകളിൽ, അത് പറഞ്ഞാൽ മതി. റിലയബിലിറ്റി ടൈപ്സ്, ടെസ്റ്റ്, റീടെസ്റ്റ്, ഇന്ററേറ്റർ, ഇതൊക്കെയാണ് നമുക്കുള്ളത് കേട്ടോ. പിന്നെ വാലിഡിറ്റി ടൈപ്സ്, കണ്ടന്റ്, ക്രൈറ്റീരിയൻ, കൺസ്ട്രക്ട്, ഇതൊക്കെ. പിന്നെ ക്വാളിറ്റേറ്റീവ് വേഴ്സസ് ക്വാണ്ടിറ്റേറ്റീവ്, അതിന്റെ മിക്സ്ഡും ഉണ്ടല്ലോ, രണ്ടും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യുന്ന അതും. പിന്നെ റിസർച്ച് എത്തിക്സ്, കൺസെന്റ്, കോൺഫിഡൻഷ്യാലിറ്റി, ഡിസെപ്ഷൻ, ഡീബ്രീഫിംഗ്, ഈ ഭാഗങ്ങളൊക്കെയാണ് ഇതിന്റെയൊക്കെ എന്താണ് അപ്പിയറൻസ് കൗണ്ടും അതുപോലെ തന്നെ ആവറേജ് മാർക്കും ആണ് ഇതുവരെ ഉള്ളതിന്റെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ബ്ലോക്സും യൂണിറ്റ്സും ഉണ്ട്. ഒന്നുകൂടെ ഉണ്ട്, ഒബ്സർവേഷൻ വേഴ്സസ് ഇന്റർവ്യൂ മെത്തേഡ്സും. പിന്നെ നമ്മൾ സ്ട്രക്ചർ അല്ലെ, IMRAD എന്ന് പറയുന്നത് ആ ഒരു സ്ട്രക്ചറാണ് നമ്മളുടെ റിപ്പോർട്ട് റൈറ്റിംഗ് ആൻഡ് സ്ട്രക്ചർ റെഫറൻസിങ് എസെൻഷ്യൽ, ആ ഭാഗങ്ങളൊക്കെ ലാസ്റ്റിലുള്ളത് ബ്ലോക്ക് ഏറ്റവും ഫൈനൽ യൂണിറ്റിലുള്ളതാണ്. ദെൻ വിഷ്വലൈസേഷൻ ആണ് ഇതിന്റെ റെപ്രസെന്റേഷൻ. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് 10 റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് 63% വന്നിരിക്കുന്നത്. ബാക്കി 37% മാത്രമേ അതർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. ഇനി ഇത് നമ്മൾ എങ്ങനെയാ പ്രാക്ടീസ് ചെയ്യേണ്ടത്? നമ്മൾ ഓരോ വരുന്ന ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് 2 പ്രാവശ്യം എങ്കിലും പ്രാക്ടീസ് ചെയ്ത് പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു എക്സ്പെരിമെന്റൽ, പ്രീ എക്സ്പെരിമെന്റൽ, ട്രൂ എക്സ്പെരിമെന്റ്, ആ ഭാഗങ്ങൾ, അതിന്റെ ഉള്ളിൽ തന്നെ 1 ഷോട്ട് കേസ് സ്റ്റഡി, അങ്ങനെ ഒരു 1 ഷോട്ട് പ്രീ ടെസ്റ്റ്, പോസ്റ്റ് ടെസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് പ്രത്യേകിച്ച് മാർക്ക് ചെയ്ത് തന്നെ പഠിക്കുക. അത് മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അത് ആ ഒരു ഹെഡിങ്സ് വെച്ചിട്ട് തന്നെ പഠിക്കുക. ആദ്യം നമ്മൾ നല്ല രീതിയിൽ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തതാണെങ്കിൽ ഇപ്പൊ ഹെഡിങ്സ് വെച്ച് പഠിച്ചാൽ മതി, അപ്പൊ നമുക്കത് ഓർമ്മ വന്നോളും. പിന്നെ റിലയബിലിറ്റി, വാലിഡിറ്റി, സാമ്പിളിങ്, ഈ വക കാര്യങ്ങളൊക്കെ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഡെഫിനിഷൻസ്, ജസ്റ്റിഫൈ ചെയ്യാനുള്ളത്, എക്സാമ്പിൾസ്, ഇതൊക്കെ നമ്മൾ ലൈവ് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആ എക്സാമ്പിൾസ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എക്സാമ്പിൾസ് തന്നെ മതി നമുക്ക് എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട്. ഇനി ടോപ്പിക് പ്രോബബിലിറ്റി, ഏതൊക്കെ ടോപ്പിക്സ് വരാം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ബ്ലോക്സും അതിന്റെ യൂണിറ്റ്സും ടോപ്പിക്സും പിന്നെ അതിന്റെ ഒരു പ്രോബബിലിറ്റി, എത്ര ചാൻസ് ഉണ്ട് ഈ ഒരു എക്സാമിന് വരാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ അത് ഏത് രീതിയിലുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. ഇതിൽ ഹൈ കാറ്റഗറി വരുന്നത് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, ടൈപ്പ് 1, ടൈപ്പ് 2 ഇറർ ആണ്. ദെൻ വാരിയബിൾസ്, കൺസെപ്ച്വൽ വേഴ്സസ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ ഒക്കെ കൊടുക്കുന്ന അതാണ്. പിന്നെ മീഡിയം വരുന്ന റിസർച്ച് എത്തിക്സ് ഫസ്റ്റിലുള്ള അല്ലെ. ദെൻ ലോയിൽ വരുന്നത് ഇൻഡക്റ്റീവ് വേഴ്സസ് ഡിഡക്റ്റീവ് മെത്തേഡ്സ്. പിന്നെ ഇതില് അനദർ ഹൈ കാറ്റഗറിയിൽ വരുന്നതാണ് റിസർച്ച് ഡിസൈൻസ്, ഇന്റേണൽ വാലിഡിറ്റി, പിന്നെ സാമ്പിളിംഗ് ടെക്നിക്സ്, പ്രോബബിലിറ്റി വേഴ്സസ് നോൺ പ്രോബബിലിറ്റി. പിന്നെ മീഡിയത്തിൽ വരുന്നതാണ് ബാക്കിയുള്ളതൊക്കെ, ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, പോപ്പുലേഷൻ, സാമ്പിൾ, ബേസിക്സ്, സാമ്പിളിംഗ് ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ടല്ലോ. അതിൽ കുറച്ച് ടേംസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, സാമ്പിളിംഗ്, യൂണിവേഴ്സ്, മറ്റേ പോപ്പുലേഷൻ, അതൊക്കെ. പിന്നെ ഒബ്സർവേഷൻ വേഴ്സസ് ഇന്റർവ്യൂ, റിലയബിലിറ്റി ടൈപ്സ്, എസ്റ്റിമേഷൻ, വാലിഡിറ്റി ടൈപ്സ്, ത്രെഡ്സ് ടു ഇന്റേണൽ വാലിഡിറ്റി, ഇതൊക്കെ മീഡിയം വരുന്നതാണ്. റിസർച്ച് റിപ്പോർട്ട് സ്ട്രക്ചറും മീഡിയം വരുന്നതാണ്. ടെസ്റ്റ്, കൺസ്ട്രക്ഷൻ, മെഷർമെന്റ്, നോംസ് ഒക്കെ ഉണ്ടല്ലോ, സ്റ്റാൻഡർഡൈസേഷൻ ഒക്കെ, അത് ലോ ലെവലാണ് വരുന്നത്. ഇനി ആ ഒരു ഓരോന്നും നമ്മൾ ABC എന്ന് നേരത്തെ കോളം ബോക്സിൽ കണ്ടിട്ടുണ്ടല്ലോ, അതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ ആണിത്. എത്രയൊക്കെ എവിടെയൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത്, അതിന്റെ അത് സ്ട്രോങ് ആയിട്ടുള്ളതാണ്, അത് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? വാട്ട് ടു ഡു നെക്സ്റ്റ്, എന്ത് ചെയ്യണം നമ്മൾ ഇനി പഠിക്കുമ്പോൾ? നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്. അപ്പൊ എല്ലാ സബ്ജക്ട്സും നോക്കുകയും ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? ഇതുപോലെ പ്രയോറിറ്റി ലിസ്റ്റ് കൊടുക്കുക. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, എറർ, വാരിയബിൾസ്, റിസർച്ച് ഡിസൈൻസ്, സാമ്പിളിംഗ് ടെക്നിക്, ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് എന്തായാലും ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും മിസ്സാവാതെ പഠിക്കുക. ഓക്കെ. പിന്നെ മീഡിയം ലെവൽ കൊടുക്കേണ്ടത് എത്തിക്സ്,
ക്വാളിറ്റേറ്റീവ് വേഴ്സസ് ക്വാണ്ടിറ്റേറ്റീവ്, പോപ്പുലേഷൻ സാമ്പിൾ ബേസിക്സ്, പിന്നെ ലാസ്റ്റ് ഉള്ള ഫൈനൽ റിപ്പോർട്ട് മേക്കിംഗ്, ഒബ്സർവേഷൻ വേഴ്സസ് ഇന്റർവ്യൂ, റിലയബിലിറ്റി, ഇതൊക്കെ ഇതിന്റെയൊക്കെ എവിടെയാണ് ബ്ലോക്ക് എവിടെയാണ് യൂണിറ്റ് എന്നുള്ളത് പിറകെ കാണിക്കുന്നുണ്ടല്ലോ. അതിന്റെ ഒരു ഫ്ലാഷ് കാർഡ് പോലെ ഉണ്ടാക്കിയിട്ട് അത് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് പഠിക്കുക, കമ്പയർ ചെയ്തിട്ട് ഒരു ബോക്സിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട് ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ബോക്സ്, പക്ഷെ അതിൽ ഒരുപാടുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യാ, വൺ വൺ സെന്റൻസ് അല്ലെ വൺ വേർഡ്സിന് അങ്ങനെ അങ്ങനെ പോയാൽ മതി ഡിഫറൻസ്. അപ്പൊ നമുക്കത് പിന്നീട് ഇലാബറേറ്റ് ചെയ്താൽ പറ്റണം. ലോല് വരുമ്പോൾ ഇൻഡക്റ്റീവ് വേഴ്സസ് ഡിഡക്റ്റീവ്, ടെസ്റ്റ് കൺസ്ട്രക്ഷൻ, ഇങ്ങനെയുള്ള അതൊക്കെ ഷോർട്ട് നോട്ട്സ് ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്ന് നോക്കി വെക്കുക അത്. ഇനി പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ ഇതിൽ 2 hours ആണ് നമ്മളുടേത്. 50 ആണ് നമ്മുടെ മാക്സിമം മാർക്സ്. ഇതിൽ അറ്റംപ്റ്റ്സ് എനി 5 questions in about 300 വേർഡ്സും, പിന്നെ ഏറ്റവും ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ 150 വേർഡ്സും ആണ്. ഓക്കെ, എയിൽ വരുന്ന സമയത്ത് എന്തൊക്കെയാ ഇതിൽ ചോദിച്ചിരിക്കുന്നത്? എക്സ്പ്ലെയിൻ ലോജിക് ഓഫ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച്. സോ സ്റ്റേറ്റ് ഡിസിഷൻ ക്രൈറ്റീരിയ, ഇല്ലുസ്ട്രേറ്റ് ടൈപ്പ് 1 ടൈപ്പ് 2 ഇറർ, ഇത് സ്റ്റഡി ഡിസൈനിനെ എത്രമാത്രം എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ഒക്കെയാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് എക്സ്പെരിമെന്റൽ, ക്വാസി എക്സ്പെരിമെന്റൽ, നോൺ എക്സ്പെരിമെന്റൽ ഡിസൈൻസ്. 2 steps ടു സ്ട്രെങ്തൻ ഇന്റേണൽ വാലിഡിറ്റി. അപ്പൊ ഇന്റേണൽ വാലിഡിറ്റി അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അത് അവിടെ എഴുതാനുണ്ട്. ആ വേർഡ്സ് ലിമിറ്റ് കണക്കാണ് അല്ലെ. മൂന്നാമത്തത്, വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ഡിസ്റ്റിങ്വിഷ് ഇൻഡിപെൻഡന്റ്, ഡിപെൻഡന്റ്, കൺട്രോൾ ആൻഡ് മോഡറേറ്റർ വേരിയബിൾ. ഇതില് നമ്മൾ നോക്കാനുള്ളത് ഡിഫറൻഷിയേറ്റ് എക്സ്പെരിമെന്റൽ, അത് പറഞ്ഞു. മൂന്നാമത്തത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ഡിസ്റ്റിങ്വിഷ് ഇൻഡിപെൻഡന്റ്, ഡിപെൻഡന്റ്, കൺട്രോൾ. മോഡറേറ്റർ വേരിയബിൾ നമ്മൾ സിലബസിൽ ഇല്ലാത്തതാണ്. മേ ബി നിങ്ങൾക്ക് അതിന് പകരം കൺഫൗണ്ടിങ് വേരിയബിളോ എക്സ്ട്രേനിയസ് വേരിയബിളോ വരാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ എക്സാമ്പിൾസ് വെച്ചിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ഓരോന്നും. അപ്പൊ നമ്മളത് ഹൗ ടു ഓപ്പറേഷണലൈസ് വൺ അബ്സ്ട്രാക്ട് കൺസ്ട്രക്ട് ആൻഡ് ഇൻഡിക്കേറ്റ് ഇറ്റ്സ് ലെവൽ ഓഫ് മെഷർമെന്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് കൺസ്ട്രക്ട്സിന്റെ ഇതും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഓരോന്നും ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ബെറ്റർ ഏതെങ്കിലും ഒരു സ്റ്റഡീന്റെ ഏതെങ്കിലും ഒരു ഹൈപ്പോത്തസിസ് വെച്ചിട്ട് അതിന്റെ ഡിപ്പെൻഡന്റ് എന്താണ്, അതിന്റെ ഇൻഡിപെൻഡന്റ് എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ഒരു ആ ഒരു എസ്സേക്ക് ഭംഗി കൊടുക്കുക, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുക. ഓക്കെ, ദെൻ നാലാമത്തത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് ഇൻ അബൌട്ട് 150 വേർഡ്സ് ഈച്ച്. അത് 150 വേർഡ്സ് ആണ്. അപ്പോൾ എത്തിക്കൽ സേഫ് ഗാർഡ്സ് ആൻഡ് മിനിമൽ റിസ്ക് സ്റ്റഡീസ്, കൺസെന്റ്, കോൺഫിഡൻഷ്യാലിറ്റി ഫസ്റ്റിലുള്ളതാണ്. ഇൻഡക്റ്റീവ് വേഴ്സസ് ഡിഡക്റ്റീവ് റീസണിങ്. പിന്നെ സെക്ഷൻ ബിയിൽ വരുമ്പോൾ കമ്പയർ പ്രോബബിലിറ്റി നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് വരുന്നുണ്ട് അല്ലെ. ഡിസൈൻ എ ബ്രീഫ് സാമ്പിളിംഗ് പ്ലാൻ ഫോർ എൻ അർബൻ സ്റ്റുഡന്റ് സർവേ, ജസ്റ്റിഫൈങ് ടെക്നിക്സ്, സാമ്പിളിംഗ് എറർ, കൺസിഡറേഷൻ, റെപ്രസെന്റേറ്റീവ്നെസ്. ഇതിൽ ഇവര് അപ്ലിക്കേഷൻ ലെവലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ലെവൽ അധികം വരാറില്ല, എന്നാലും അതൊന്ന് നമുക്കിവിടെ എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. Then contrast observation, interview, questionnaire methods, purpose, mixed method data collection plan. ഓക്കെ, അത് ഇതിലൊക്കെ മിക്സ്ഡ് അപ്രോച്ചും ചോദിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവിലും ഇതുപോലെ മിക്സ്ഡ് അപ്രോച്ച് നോക്കുന്നുണ്ടായിരുന്നു. അത് ഇതൊക്കെ നമ്മൾ എന്താണ് ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് മേ ബി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ ഒരു കേസ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പോകാൻ പറ്റും. അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല, നമുക്ക് ആകെ ഒരു 2 hours എക്സാമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ. ഈ നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും അതിനെക്കാട്ടും കൂടുതൽ ടഫ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ടഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മളെ ക്വസ്റ്റ്യൻസ് ഈസി ആയിരിക്കും, എക്സാം ക്വസ്റ്റ്യൻസ് ഈസി ആയിരിക്കും. 7th, യു ആർ കൺസ്ട്രക്ടിങ് എ ന്യൂ സൈക്കോളജിക്കൽ സ്കെയിൽ. അങ്ങനെയാണെങ്കിൽ റിലയബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യുക. അതിൽ റിലയബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ പറയുമ്പോൾ റിലയബിലിറ്റി എന്താണ്, ഈ ടെസ്റ്റ് റീടെസ്റ്റ് ഇന്റേണൽ ഇന്ററേറ്റർ ഒക്കെ എന്താണ്, വാലിഡിറ്റി എന്താണ്, അതിൽ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, ഇതൊക്കെ എഴുതണം. ദെൻ ഷോർട്ട് നോട്ട്സിൽ വരുന്നേരം 1 tail 2 tail ടെസ്റ്റ്, വെൻ ആൻഡ് വൈ. 1 tail 2 tail ടെസ്റ്റ്സ് എന്താണ്, എങ്ങനെ, എപ്പോഴൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ദെൻ സ്ട്രക്ചർ ഓഫ് റിസർച്ച് റിപ്പോർട്ട്, അത് ഏറ്റവും ലാസ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതൊരു സ്ട്രക്ചറിന്റെ ഓരോ ടൈറ്റിലും ഒക്കെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ യെസ് കുറച്ച് ടഫ് തന്നെയാണ്, പക്ഷെ ഇത് നമ്മളൊന്ന് കാര്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വെച്ചിട്ട് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും ടഫ് ആയിരിക്കില്ല നിങ്ങളുടെ എക്സാം. സോ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാം. ഇതുപോലെ ഈ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ഏരിയാസ് ഫോക്കസ് ചെയ്യാം. മിസ്സാവരുത്, ടോപ്പിക്സ് ഒന്നും മിസ്സാവരുത്.
നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, നല്ല എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യുക എക്സാം. ഓൾ ദി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.